ഈ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എപ്പോഴും പറയപ്പെടുന്ന ഒരു മെത്തേഡാണ് സ്റ്റാനിസ്ലവസ്കിയുടെ ഇമോഷണൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അത്തരമൊരു മെമ്മറി അല്ലെങ്കിൽ അത്തരം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റീകോൾ ചെയ്തിട്ട് ഈ സീൻ പെർഫോം ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. പക്ഷേ അതിന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റെല്ല അഡ്ലർ അതിനെ വളരെ വ്യക്തമായിട്ട് എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കഥാപാത്രം ഒരു കൊലപാതകിയോ ഒരു രാജാവോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ആ മെമ്മറി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം റീകോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അത്തരം മെമ്മറികളെ അത്തരം ട്രോമാസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ആക്ടർ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാവനയെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ്, ആ ഇമാജിനേഷനെ വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, അതിനെ എങ്ങനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്റ്റാനിസ്ലവസ്കി മെത്തേഡ് ഉണ്ടാക്കിയിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് അത് ശരിയായിരുന്നു. അതിനുശേഷം സ്റ്റെല്ല അഡ്ലറുടെ കാലഘട്ടം വന്നപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും കാഴ്ചപ്പാടുകൾ മാറുകയും അവർ പുതിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഈ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പല രീതിയിൽ ഇവോൾവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പഠിക്കേണ്ടതാണ്, അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നത്.